അങ്ങനെ ഓണപ്പരിപാടി കഴിഞ്ഞു ട്യൂഷൻ സെൻറ്ററിലെ. നല്ല രസമായിരുന്നു ഇന്ന് കേട്ടോ. ഇന്ന് ഞാൻ വളരെയധികം വിഷമത്തോടു കൂടിയാണ് രാവിലെ ദിവസം തുടങ്ങിയത്. കാരണം ഞാൻ എന്നും രാവിലെ ഇങ്ങനെ മുകളിൽ വാതിലൊക്കെ തുറന്ന് പല്ല് തേക്കുന്ന മുകളിൽ, അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ ആരെങ്കിലും കാണും. രാവിലെ എണീച്ച് കണി കാണുക എന്ന് പറയത്തില്ല. ഇന്നൊരു മനുഷ്യനെ കാണുന്നത്, അത് കാരണം ആ പുള്ളിക്കാരനെ ഇടയ്ക്ക് കാണുന്ന ദിവസം എനിക്ക് വളരെ മോശമായിരിക്കും. മറ്റൊന്നുമില്ല, പുള്ളി ഈ അരിവാളും എടുത്ത് അവിടെ പുല്ല് ചെത്തുന്നതായിരിക്കും എല്ലാ ദിവസവും കാണും. ഇന്നും ഞാൻ കണ്ടത് ആ പുള്ളിക്കാരനെ പുല്ലും ചെത്തി അങ്ങോട്ട് പോകും. അപ്പം ഞാൻ ദൈവമേ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും. അതൊന്നത് പ്രോഗ്രാമും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ആകെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു ഇരുന്നത്. കാരണം എന്തെങ്കിലും ഒരു വിഷമമുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയത്. പിന്നെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റ് സാരിയൊക്കെ ആയിട്ട് മൂട്ടനാണെങ്കിൽ പെട്ടുപാവാട എന്ന് പറയുന്നത് കസവിൻ്റെ പാവാടയും ഒക്കെ എടുത്ത് ഞങ്ങൾ മുല്ലപ്പൂക്ക് വെച്ച് തകർത്ത് ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പം 10:30 സാറ് വിളിച്ചു കാണാഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ പൂക്കളമെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇന്നലെ ആ ഇത് വരച്ചത് കൊണ്ട് കുഴപ്പമില്ല, സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല, ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ഓട്ടോയൊക്കെ വിളിച്ച് അവർ ചോദിക്കുന്ന പൈസ കൊടുക്കണം, അപ്പുറത്തോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഓർത്ത്, ഒരു ടീച്ചർ വണ്ടിയെ വരുന്ന ടീച്ചറുണ്ട്, ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്, ടീച്ചറെ ഒന്ന് വരുമോ ഇന്ന അമ്പലത്തിൻ്റെ അവിടം വരെ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അവിടോട്ട് പോകാം, അവിടം വരെ ഞങ്ങൾ നടന്നു പോകാം, അവിടെ ഒന്ന് ബുദ്ധിമുട്ടാണ്. അപ്പം പറഞ്ഞ് എന്താ ടീച്ചറെ വരാം, എവിടെ മുന്നെടുത്ത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ടീച്ചറും വന്നു. ഞങ്ങളങ്ങനെ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങി. എല്ലാവരും ഹാപ്പി, എല്ലാവരും സന്തോഷത്തോടെ പൂക്കളൊക്കെ ഇട്ട്. എങ്ങനെ പൂക്കളം ഇട്ടതേ ഉള്ളൂ, മാവേലി അങ്ങോട്ട് ആനയിച്ചിട്ടില്ല. എന്താ പറയുക, ഇങ്ങനെയുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമൊന്നുമാണ്. കാരണം ആ പയ്യനും ഒരു പാവമാണ്, പറഞ്ഞ ഇച്ചിരി ചമ്മലൊക്കെ ഉണ്ടെങ്കിലും എന്താ ഒരു ഏറ്റവും ആ നിഷ്കളങ്കമായ ഒരു രീതി ഒക്കെ ഉള്ള അതിൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അമ്മയാണെങ്കിലും നല്ല ആ അമ്മയുടെ ആ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയോ ആ മകനും കിട്ടിയിട്ടുണ്ടെന്ന്, അത്രയ്ക്ക് നല്ല ഒരു സ്ത്രീ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മാവിലേക്ക് വന്നു, ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വിളക്ക് കത്തിച്ച് അങ്ങനെയെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. മാനസൊക്കെ ആണെങ്കിൽ മാവേലിയെ കണ്ടിട്ട് മാവേലി അവിടെ നിന്നിട്ട് മാവേലിയെ വിളിക്കുമോ ബാ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫോട്ടോ എടുക്കാൻ നേരത്ത് അവൾക്ക് അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒരു വേണ്ടാന്നുള്ള രീതിയിലാണ്. എങ്കിലും ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ അല്ലാതെ ഇല്ലാതെയൊക്കെ ഭയങ്കരമായിട്ടും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആദ്യമേ നമ്മുടെ പിള്ളേരെല്ലാം പാട്ടൊക്കെ നമ്മൾ പറഞ്ഞ പാട്ടെല്ലാം പഠിച്ചിട്ടാണ് വന്നത്. അങ്ങനെ മാവേലിയെ വരവേൽക്കുമ്പോൾ ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ഞങ്ങൾ മാവേലിയെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ പാട്ട് കഴിഞ്ഞു. പിന്നെ വേറെ 1-2 പാട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി പിള്ളേരും എല്ലാം ഹാപ്പി. അത് കഴിഞ്ഞ് പിന്നെ തിരുവാതിരയാണ്, എല്ലാവരും വന്നു. ടീച്ചർ വരാനുണ്ടായിരുന്നു, ടീച്ചറും വന്നു, കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ തിരുവാതിരയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവാതിരയൊക്കെ എനിക്കറിയാം, നമ്മൾ തെറ്റിക്കുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് അറിയാം. ആ സ്റ്റെപ്പൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ, കാരണം 1-2 ദിവസമൊക്കെ ഇതൊക്കെയാണ് ഇച്ചിരി സമയത്ത്. പക്ഷെ തെറ്റും എന്നുള്ള അറിയാവുന്നത് കുഴപ്പമില്ല, കുറച്ചൊന്നും കുഴപ്പമില്ല. ഒരു തീരാറാകുമ്പോൾ ഉള്ള ഒരു 3 മിനിറ്റ് സംതിങ് ആണ് ഉള്ളത്. വീരവിരാട ആ പാട്ടാണ്, കുറച്ചുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ തെറ്റുകളൊന്നും, ഏറ്റവും കൂടുതൽ തെറ്റിച്ചത് ഞാനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാനസം ഞാൻ നേരത്തെ തന്നെ കൊണ്ടുപോയി കൊച്ചുകുട്ടികളുണ്ട്, അടുത്തുള്ള ഒരു കുട്ടിയെ കണ്ട് അവരെ ഏൽപ്പിച്ച്. അതുകൊണ്ട് മാനസം അവിടെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ പുള്ളിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയത്ത്. ഏതായാലും അവിടെ ഞങ്ങൾ തിരുവാതിര കഴിഞ്ഞ് ഇവരുടെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഊണ് കഴിക്കാൻ 12 മണി കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ 1 മണി ആകാനിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസം വരും. 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു കുട്ടികളുണ്ടല്ലോ ഇരുന്ന് അവർക്കുള്ള, അപ്പം മാനസയ്ക്കും ചെറിയൊരു പിന്നെ ഇലയൊക്കെ ഇട്ട് അവർക്ക് ഇച്ചിരി ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഇച്ചിരി ചോറും 2 ടൈപ്പിൽ പായസം ഉണ്ടായിരുന്നു.
വെള്ളപ്പായസം ഉണ്ടായിരുന്നു, കറുത്ത പായസം ശർക്കര പായസം, പാലിൻ്റെ പാലടയായിരുന്നു. ശർക്കര എനിക്കൊന്ന് പരിപ്പാന്ന് തോന്നും ആയിരുന്നു. അങ്ങനെ അത് ഒക്കെ കഴിച്ച് മാനസയ്ക്ക് പായസം പിന്നെ ഇഷ്ടമുള്ള സംഭവമാണല്ലോ. പായസമൊക്കെ കുടിച്ച് മാനസ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസേരകളി ഉണ്ടായിരുന്നു. കസേരകളി, മിഠായി പെറുക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പിന്നെ വടംവലി, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല, അതുകൊണ്ട് അത്രയൊന്നും നടത്താൻ പറ്റിയില്ല. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ സദ്യയും കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരുപാട് താമസം വന്നു. കാരണം എല്ലാ കുട്ടികളും പങ്കെടുത്തു എന്നുള്ളതാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പങ്കെടുത്തു. വടംവലിയൊക്കെ നല്ല കൊച്ചു കുട്ടികളുടെ വടംവലി ഉണ്ടായിരുന്നു. ഒരു സൈഡ് പെൺകുട്ടികൾ മൊത്തം, ഒരു സൈഡ് ആൺകുട്ടികൾ, 5 വരെയുള്ള കുട്ടികൾ. പക്ഷേ പെൺകുട്ടികളാണ് ജയിച്ചത് കേട്ടോ. അവർ നല്ല രീതിയിൽ ആ പെൺകുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണമെന്നുള്ള വാശിയോടുകൂടി പെൺകുട്ടികൾ ചെയ്തു. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ദൈവമേ അവർക്ക് അത്രയും വലിച്ചിട്ടും അവർക്കത് കിട്ടത്തില്ലേ എന്നൊരു ഒരു സെക്കൻഡ് എനിക്ക് തോന്നിയെങ്കിലും, പക്ഷേ എൻ്റെ പ്രാർത്ഥന മുഴുവൻ ദൈവമേ ആ കുട്ടികൾ അത്രയും അധികം കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവർക്കൊപ്പം വേണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും അവർ നല്ലപോലെ ശ്രമിച്ചു. ഞാൻ വേണ്ട പ്രോത്സാഹനമൊക്കെ കൊടുത്ത് ഏതായാലും അവർ ജയിച്ചു. പിന്നെ വലിയ പെൺകുട്ടികളുടെ ഉണ്ടായിരുന്നു, ആൺകുട്ടികളുടെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ അങ്ങനെ പോയി. പിന്നെ എൻ്റെ കവിതാലാപനമൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കവിതയൊന്നും ചൊല്ലിയില്ലൊന്നുമില്ല. മോൻകുട്ടൻ്റെ പാട്ട് പാടാൻ അവൾ പൂവിലി ഇങ്ങനെ ഇച്ചിരി പാടുന്നുണ്ട്, പക്ഷെ ചെറിയ സൗണ്ടാണ്. മൈക്കൊക്കെ ഇങ്ങനെ ഞാൻ പിടിച്ചാൽ കൊടുത്തെങ്കിലും അവൾക്കത് എല്ലാവരെയും കൂടെ കണ്ടിട്ടോ എന്തോ അവൾക്കത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ രീതിയിലൊക്കെ പാടുക. ഇതൊക്കെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, സൗണ്ടൊന്നും പുറത്തേക്ക് കേൾക്കാനൊന്നും ഇല്ലെങ്കിലും. അങ്ങനെ ആ ഓണപ്പരിപാടി കഴിഞ്ഞു, സദ്യ കഴിച്ചു. ഇനിയിപ്പം നാളെ തൊട്ട് ഓണത്തിൻ്റെ തിരക്കാണ്. ബുധൻ, വ്യാഴം, വെള്ളി. നാളെ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. കുറേ കാര്യങ്ങളിങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ്, നോക്കാം അല്ലേ. അങ്ങനെ മാനസയ്ക്ക് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങണം അമ്മേ. ഞാൻ പറഞ്ഞു ഒന്ന് കുഞ്ഞ് തോളെ കിടന്ന് ഉറങ്ങിയില്ല, വീട്ടിൽ പോകണം, വീട്ടിൽ പോയി ഉറങ്ങാം എന്ന് പറയുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ ഉറങ്ങിയില്ല. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ ഭയങ്കര മടിയാണ്. നമ്മളങ്ങനെ ഇടയ്ക്ക് വെച്ച് പോകാനൊരു ബുദ്ധിമുട്ട്, എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് നേരം അപ്പം ഇവൾ ഉറങ്ങാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്, പകൽ ഉറങ്ങാതിരിക്കുന്നത്. അപ്പം ഈ പരിപാടിയൊക്കെ തുടങ്ങി ആ ഒച്ചയും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഹാപ്പി, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ താമസിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ടീച്ചർ അവിടം വരെ കൊണ്ടുവിട്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ. അങ്ങനെ ഹാപ്പിയായിട്ട് അല്ലേ ഓരോ ഓണത്തിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനി തിരുവോണത്തിൻ്റെ അന്നും പിറ്റേ ദിവസം അപ്പുറത്തൊരു ക്ലബ്ബുകാരുടെ പരിപാടിയുണ്ട്. അപ്പം അതിനും പോകണം എന്നൊക്കെ വിചാരിക്കുക. എന്തായാലും കാത്തിരുന്ന ഓണം എത്തി, ഓണപ്പരിപാടി കഴിഞ്ഞു. ഇനി ഓണം 2-3 ദിവസം ആഘോഷിക്കാം എന്നുള്ളതാണ് അടുത്തത്. അപ്പം എല്ലാവരും ഇത്തരത്തിലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുക. നമുക്കൊരു ചമ്മലിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം ഞാൻ തെറ്റിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഞാൻ തിരുവാതിര കളിച്ചു. അപ്പം പിന്നെ എനിക്ക് ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടിയാണ്. ടീച്ചറെ, ഇപ്പം ടീച്ചറിനെ കണ്ടാൽ ഒരു ചെറുപ്പക്കാരിയെ പോലുണ്ട്, പക്ഷെ അല്ലാത്തപ്പം ടീച്ചറിനെ കാണുമ്പോൾ ഒരു കിളവിയെ പോലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അപ്പം എന്നെ കാണാൻ കിളവിയെ പോലായിരുന്നോ ഇരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെ കാര്യമാണ്. നമ്മൾ ഓണമൊക്കെ ആകുമ്പം വേറെ ഡ്രസ്സൊക്കെ അല്ലേ, സാരി, പിന്നെ ഇച്ചിരി പൂവൊക്കെ വെച്ച് ഒക്കെയാണല്ലോ പോകും. വേറൊരു കമ്മലൊക്കെ ഇടും, വലിയൊരു കമ്മലിടും. അതാണല്ലോ ഒരുക്കം എന്ന് പറയുന്നത്. എൻ്റെ ഒരുക്കം അതാണ് കേട്ടോ. അതൊക്കെ കമ്മൽ മാറിക്കഴിയുമ്പോൾ നമ്മുടെ മുഖം മാറില്ല. നമ്മൾ സാധാരണ ഒരു ചെറിയ കമ്മലാണ് ഇടുന്നത്. അപ്പം വേറൊരു വലിയ കമ്മലിട്ട് കഴിയുമ്പോൾ പിന്നെ പൂവും വെച്ചു. പിന്നെ വെള്ളയുടെ ആ ഒരു എഫക്റ്റ് മുഖത്ത് എന്തായാലും അടിക്കും.
അപ്പോൾ ആ കുട്ടിക്ക് അതങ്ങനെയാണ് ഉൾക്കൊണ്ടത്. ഞാൻ പറഞ്ഞതായാലും അങ്ങനെ തോന്നിയല്ലോ ഇപ്പം ചെറുപ്പക്കാരിയെ പോലെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെയുള്ള സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി സ്വസ്ഥമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അപ്പോൾ ബാക്കി അടുത്ത ദിവസം. ഓക്കെ.